നോക്ക് നിനക്കെന്താ നോക്കടി നോക്ക്. ഇത് തല വെച്ച് നിന്റെ കുഞ്ഞിനെ വേണ്ടി മേടിച്ച് വെച്ചാൽ അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്ന അറിയില്ല. അതിൽ നമ്മൾ പിന്മാറാൻ ഉദ്ദേശമില്ല. എങ്ങനെയാണെങ്കിൽ നമ്മളൊരു സർപ്രൈസ് കൊടുക്കുക തന്നെ ചെയ്യും. ഏയ് കുഞ്ഞ ഇല്ലടി. ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇച്ചാപ്പി ദ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്കൊരു ഡിന്നർ കൊടുക്കാമെന്ന്. അതൊരു നല്ലൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ. അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് കൂടി ഞാൻ സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സെറ്റാവുമെന്ന് അറിയില്ല, കാരണം എല്ലാം ഹറിബറിയാണ്, ഒരു പ്രീ പ്ലാനോട് കൂടി ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു വീടിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ മുകളിലേക്ക് കയറാനുള്ള ഷെയറും പണിതിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഏണി ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റെൻറ്റിനെടുത്തിട്ട്. അപ്പോൾ അതവിടെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചു. ഈ ബൈക്കിലാണ് കൊണ്ടുവന്നേ അങ്ങനെ. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പോവാ. അപ്പോൾ ഓക്കെ വാ. ഫ്രെയിം അടിക്കാനുള്ള പരിപാടിയായിരുന്നു. ഇപ്പോൾ ഇതേപോലെ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന പറയണേ. വേറെ നോക്കട്ടെ. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യും. ഇപ്പോൾ ആ ഫ്രെയിം അടിക്കാനായിട്ട് നമ്മളൊരു 3 ഷോപ്പിലിപ്പോൾ കയറി ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ അതെല്ലാം ക്ലോസ് ആയിപ്പോയി. ക്ലോസ് ആവാത്തോടത്ത് പോയപ്പോൾ അവർക്ക് ചെയ്തു തരാൻ പറ്റില്ല എന്നാണ് പറയണേ. അപ്പം അങ്ങനെ കുറച്ച് ലോക്കായി. ഇവിടെ ഒരു ഷോപ്പ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഫൈനലി ചോദിച്ചു നോക്കാം. നമ്മൾ കുറേ ഷോപ്പൊക്കെ നോക്കി നടന്നെങ്കിലും എല്ലാം ക്ലോസ് ചെയ്യും, പിന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഞാനും ചെയ്തേ. അപ്പോൾ കുറച്ച് ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഷോപ്പ് അവസാനം ഫൈൻഡ് ചെയ്തു. ചേട്ടൻ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും അവർക്ക് നല്ലൊരു ഡിന്നർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്ത് ഫുഡ് കട ഉണ്ട്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഗൈസ്, ഫൈനലി ഇതേ നമ്മളെ ഫ്രെയിം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മാരേജിൻ്റെ ചെയ്യിപ്പിച്ചേ. അപ്പോൾ എന്തായാലും നല്ല സർപ്രൈസ് ആവും. എക്സ്പെക്റ്റ് ചെയ്യത്തുമില്ല ഈ ഒരു ഗിഫ്റ്റ്. അപ്പോൾ പിന്നെ കുറച്ച് ക്യാൻഡിൽസും കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ അത് ഗിഫ്റ്റ് പാക്ക് ചെയ്യണം. കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ടൈം കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോവാം. ഫൈനലി നമ്മൾ ആ ഫ്രെയിം പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഫൈനലി നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ റിബൺ വെക്കണം, പിന്നെ ഒരു ഫ്ലവറും കൂടി വെക്കണമെന്ന് ഞാൻ വിചാരിക്കണേ. ഗായ്സ്, അപ്പോൾ നമുക്ക് സാലഡിന് ആവശ്യമായിട്ടുള്ള വാനില, ഫ്രൂട്ട് സാലഡിന് ആവശ്യമായിട്ടുള്ള വാനില ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് പണി പാടിയാണ് തോന്നുന്നത്. ഗായ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസിൻ്റെ മുകളിലാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ മഴ പെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡാണ്. ആ ഫുഡിൽ നമുക്ക് ചിക്കൻ കറി ഓൾറെഡി അവിടെ ഉണ്ട്, അത് ചൂടാക്കിയാൽ മതി. പിന്നെ ബിരിയാണി ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം, കാരണം നമ്മുടെ പട്ടിക്കുട്ടന്മാർക്കൊക്കെ നമ്മളെടുത്ത് കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുത്ത്. അപ്പോൾ അവർ നമ്മുടെ മക്കളെ തന്നെയല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ മക്കളെ പോലെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. ബിരിയാണി ഏകദേശം തീർന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്, ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് പോയി നോക്കാം. മഴ ചാറുന്നുണ്ട്. അപ്പോൾ സർപ്രൈസ് നൈസായിട്ട് കൊള്ളാവുമെന്ന് എനിക്ക് തോന്നണേ. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. നമ്മൾ മെയിനായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് ഏറ്റവും വേണ്ടത് ക്യാൻഡിൽ ലൈറ്റ്സ് അല്ലേ. അപ്പോൾ ക്യാൻഡിൽ വേണം, നമുക്കത് വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ കടയുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ചേട്ടൻ ചോദിച്ച് നോക്കാം. കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഗായ്സ്, അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇടി മിന്നുന്നുണ്ട്, നീ എവിടെയാ, മഴ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻഡിൽ ലൈറ്റ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനും സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മഴ പെയ്യൂല്ലയോ നമുക്ക് നോക്കാം. പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിനുള്ളിൽ തന്നെ നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും പുറത്താക്കി നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒക്കെ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്ക് മുകളിൽ തന്നെ നമ്മളെല്ലാം പറഞ്ഞ പോലെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് റിട്ടേൺ വീട്ടിലേക്ക് പോകാൻ ടൈമായിട്ടുണ്ട്. കാരണം അച്ഛനമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി രാത്രിയിലൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ ഇച്ചാപ്പി അതും ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണേ. അവൾ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. അവളെന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യം വിളിക്കുന്നതെന്ന് അറിയോ. അപ്പോൾ ഞാനാണെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ നടക്കുമല്ലേ. ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആ ഒരു വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ആ ഒരു ക്യാൻഡിൽ ലൈറ്റ്സ് ഇല്ലേ, അത് ഞാൻ വീട്ടിലവിടെ കരിക്ക് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കരിക്ക് വെട്ടി വെച്ചതിൻ്റെ ആ ഒരു പീസിൽ അതിൻ്റെ വെള്ളം നിറച്ചിട്ട് ഈ ക്യാൻഡിൽ ലൈറ്റ്സിൽ വെക്കുക. അപ്പോൾ അത് മോർ റൊമാൻറ്റിക് ആവും. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് വെച്ചിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് സമയം പരിമിതമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റണ പോലെ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം അവളെ ഹാപ്പി ആക്കാനായിട്ട് ഞാൻ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം, വീട്ടിലേക്ക് പോവാം. മഴയും വരുന്നുണ്ട്. നൈസ് സീനാണ് എൻ്റെ ഗായ്സേ. ഓക്കെ. അപ്പോൾ ഗായ്സ്, നമുക്ക്
എല്ലാം ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഫൈൻഡ് ചെയ്തു, നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് കിട്ടാതെ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ നോക്കിയപ്പോൾ ഫ്ലവർ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് സെറ്റ് ചെയ്യണം, അതാണ് ഇനി അടുത്ത ടാസ്ക്. ഫ്ലവർ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഞാനിവിടുന്ന് വരുന്ന വഴിക്ക് ഇപ്പോൾ ബൊഗെയിൻവില്ല ആ പൂവിൻ്റെ സീസണാണല്ലോ. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ കണ്ടു. അപ്പോൾ അത് പറിച്ചിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ റോസ് വെച്ചിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്നാണ് നമ്മുടെ ഈ ഫ്രെയിമില്ലേ ഗിഫ്റ്റ്, അതിലപ്പോൾ കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കത് കിട്ടിയില്ല, ഫ്ലവർ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ ഫ്ലവർ നോക്കി വെച്ചിട്ടുണ്ട്, അത് പറിക്കാം. പ്രാവശ്യം മഴയും പെയ്യുന്നുണ്ട്, ആകലൊക്കെ ആയി. ഇനി നമുക്ക് കിട്ടാനായിട്ട് ഫ്ലവറും കൂടി ഉണ്ട്. നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് ഫ്ലവർ വേണം. ഞങ്ങളുടെ പൂക്കടയിൽ പോയി, പക്ഷെ അത് കിട്ടിയില്ല. അത് ഓർഡർ ആയിട്ടുള്ള ഫ്ലവറാണ് തരാൻ പറ്റുകയെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ബൊഗെയിൻവില്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല ഫ്ലവറാണ്. അപ്പോൾ അത് പറിക്കാനുള്ള പരിപാടിയാണ്. മഴ കൂടുന്നുണ്ട്, എവിടെയെങ്കിലും കയറി നിൽക്കണം, ആകെ ലോക്കായി. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആകെ പെട്ടു, നല്ല മഴ പെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുന്നറിയില്ല. ഇപ്പോൾ എന്തായാലും അപ്പോൾ നമ്മുടെ ആ ഒരു ഓപ്പൺ എയറിൽ നമ്മൾ ഡിന്നർ സെറ്റ് ചെയ്ത ആ പ്ലാൻ എന്തായാലും ഉപേക്ഷിക്കേണ്ടി വരും. അടുത്ത നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യേണ്ടി വരും. വീടിൻ്റെ ഉള്ളിൽ തന്നെ അവളെ മാറ്റി ഇരുത്തിയിട്ട് നമുക്കിത് അറേഞ്ച് ചെയ്യേണ്ട തന്നെ വരും ഗായ്സ്. പിന്നെ ഫുഡിൻ്റെ കാര്യം സെറ്റായിട്ടില്ല. അപ്പോൾ ആ കൂടി നല്ല ലോക്കായി. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, കാരണം അത്രയും ചൂടുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അത്രയും ചൂടുള്ളൊരു ദിവസം രാത്രിയായിട്ട് നല്ല മഴ. ഞാൻ എന്ത് ചെയ്യുമെന്നറിയില്ല. ഞാനാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്തിട്ടൊക്കെയാണ് ഇതിന് ഇറങ്ങി തിരിച്ചത്. ഇപ്പോൾ നമുക്ക് സമയമില്ലെങ്കിൽ പോലും ഉള്ള പരിമിതികൾക്കുള്ളിൽ വെച്ചിട്ട് നമുക്ക് മാക്സിമം എൻ്റെ എഫേർട്ട് ഇട്ടിട്ട് ഞാൻ എത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു സർപ്രൈസിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ ഇപ്പോഴത്തെ മഴ ഇടിമിന്നലൊക്കെയാണ്, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കടയിൽ കയറിയിരിക്കുക, നല്ല മഴയുണ്ട് കാര്യം. എൻ്റെ ഫ്രെയിമാണ് ഈ ചെറുതായിട്ട് നനയും ചെയ്തു, എന്ത് ചെയ്യുന്നറിയില്ല. പക്ഷേ എന്തായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും അവൾക്ക് നല്ലൊരു സർപ്രൈസ് തന്നെ നമ്മൾ കൊടുക്കും, എനിക്കാ വിശ്വാസം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ മഴ ഏകദേശം കുറഞ്ഞു വരുന്നുണ്ട്, പിന്നെ ഫ്ലവർ പൊട്ടിക്കാനുണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വെക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ്. വിചാരിച്ചത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാനത് കൊടുക്കും. നമ്മുടെ റൂമിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ എന്തായാലും സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ അവരുടെ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുങ്ങിയിരുന്നോളാനും പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഈ സമയത്ത് ആണെങ്കിൽ വരാം, എപ്പോൾ വേണമെങ്കിൽ സർപ്രൈസ് ചെയ്യാം, നീ ഒരുങ്ങി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ആ റൂം ആവശ്യമുണ്ട്, ഞാൻ അവിടെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവരുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ അപ്പുറത്തേക്ക് മാറിയിരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവളെ മറ്റേ പടിഞ്ഞാറപ്പുറത്ത്, അതായത് പട്ടിക്കുട്ടന്മാരെ അടുത്ത് നമ്മുടെ ബാക്കിലിരിക്കാനുള്ളൊരു നല്ലൊരു സ്പേസ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടി അവർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആ റൂമിലാണ് ഇനി സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കണത്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഭംഗിയായിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, ഇത് മഴ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത പരിപാടികൾ നോക്കാം. അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി വാങ്ങുക, അതേപോലെ തന്നെ ആ ബൊഗെയിൻവില്ല ആ ഫ്ലവർ സെറ്റ് ചെയ്യുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിങ്ക് കളർ, അതായത് ലൈറ്റ് ഷെയ്ഡ് ഒരു വിരി ഇരിപ്പുണ്ട്. ആ വിരി അങ്ങ് വിരിച്ചിട്ട് നമ്മുടെ ആ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ആ ഒരു ക്യാൻഡിൽ ലൈറ്റൊക്കെ കത്തിച്ച് ആ ഒരു പ്രത്യേക ആ ഒരു വൈബ് ഉണ്ടല്ലോ, ഞാനത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. ഞാനതാണ് ഉദ്ദേശിക്കുന്നത്. ഞാനത് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാനത് ആ ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്ത് തരണമെങ്കിൽ ഒഴിച്ചേനെ. പക്ഷേ നമുക്ക് വേറെ ഒരു വഴിയില്ല, കാരണം നമുക്ക് ഇന്നത്തെ സെലിബ്രേഷൻ നാളത്തേക്ക് മാറ്റി വയ്ക്കാനും പറ്റില്ലല്ലോ, ബർത്ത്ഡേ അല്ലേ. അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ ചെയ്യണമെന്ന് വാശിയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും അവർക്ക് നല്ലൊരു സർപ്രൈസ് കൊടുക്കണം. അവിടുത്തെ സർപ്രൈസോ അവൾ പൊളിച്ചു, പക്ഷേ എനിക്ക് ഞാൻ പൊളിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. അവൾക്ക് ഒരു ഐഡിയയും ഇല്ല ഞാൻ എന്താ ചെയ്യാൻ പോണേ, എങ്ങനെ ചെയ്യാൻ പോണേ, അങ്ങനെയൊക്കെ. അവൾ കുറേ അവിടെ തപ്പാനൊക്കെ നോക്കി, അന്വേഷിക്കാനൊക്കെ നോക്കി. ഞാൻ അവിടെ അതിൻ്റെ ഇടയിൽ ഞാൻ ആ ഇതുണ്ടല്ലോ ആ ഏനി ഞാൻ ആ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് ആ റൂമിൽ പോയി സംസാരിച്ചപ്പോൾ ഇവിടെ മടത്തൊക്കെ നോക്കുന്നു. അതുപോലേക്ക് അവൾ എത്രത്തോളം ഈ സർപ്രൈസ് എന്തായിരിക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു നല്ലൊരു സർപ്രൈസ് തന്നെ കൊടുക്കാം. നല്ല മൊമെൻറ്റ്സ്, നല്ലൊരു ഹാപ്പി മൊമെൻറ്റ്സ് എന്തായാലും നമുക്ക് അവൾക്ക് കൊടുക്കാം. പിന്നെ അങ്ങനെ ഞാനെല്ലാം കാണിച്ചു തരുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ വരും വേഷം, നമുക്കപ്പോൾ പോവാം. ഇനി ചപ്പാത്തി വാങ്ങണം, ഫ്ലവർ വർക്കും. ഓക്കെ, കാണുന്ന റെസ്റ്റോറൻറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട്, ഒരു 10 എണ്ണം മേടിച്ചു ഞാൻ, അത് മതിയാകും. പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് എല്ലാവർക്കും പോയിട്ട് ഇതൊക്കെ സെറ്റാവും. ഇനി അടുത്ത പരിപാടി അതാണ്. പിന്നെ ഫ്ലവർ പൊട്ടിക്കണം,
പോണ വഴിക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ബൊഗെയിൻവില്ല. ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട്, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ പോവുക, പരിപാടി പൊട്ടിക്കുക. ഓക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ബൊഗെയിൻവില്ല ഫ്ലവർ. അപ്പോൾ ഇതിന് നമുക്കൊരു 2-3 പീസ് പറിക്കാം, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കാര്യങ്ങൾ. ഓക്കെ, ടൈമാണെങ്കിൽ നല്ല ലേറ്റ് ആവുന്നുണ്ട്. നമുക്കിത് എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് വീട്ടിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് പറിക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലവർ നമ്മൾ പറിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വീട്ടിൽ. ഓക്കെ, പോവാം. അപ്പോൾ ഗായ്സ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളോട് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പ്രോപ്പറായിട്ട് സോർട്ട് ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. ഇതെനിക്ക് ഇതാണ് ഷർട്ട് കേട്ടോ. അപ്പോൾ ഗായ്സ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പണിയുണ്ട്, പണിയുള്ള കാര്യമാണ്. പിന്നെ ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ മാറി ഒന്ന് സെറ്റപ്പായിട്ട് വേണം നമുക്ക് ഈ പരിപാടി, നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫൈനൽ ഔട്ട്ലുക്ക് എന്തായാലും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ബേജ് കളറുള്ള ആ ഒരു പാൻറ്റ് മാറ്റിയിട്ട്, നല്ലൊരു പാൻറ്റ് മാറ്റിയിട്ട് ഞാൻ ചെറിയൊരു വീട്ടിൽ വന്നൊരു ട്രൗസർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൈയും കാലൊക്കെ ഒന്ന് ക്ലീനായിട്ട് കഴുകിയിട്ട് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്യണം. ആകെ ഡള്ളാണ്, മൊത്തം ഓടി നടന്നിട്ട് പൊടിയൊക്കെ അടിച്ച് ആകെ സീനാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ. അപ്പോൾ അവളവിടെ വെയിറ്റിംഗ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ആക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് വരാം കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ആ കൈയും കാര്യം കഴുകാൻ പോയ ഗ്യാപ്പിൽ ഞാൻ പോയി കുളിച്ചു, ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായിട്ട് വന്നു. പിന്നെ ഇനി വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ വന്നിട്ട് ഇവിടെ നമ്മുടെ ബിരിയാണി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ ഞാനത് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. വേഗം വെച്ചിട്ടുണ്ട്, 2 വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ബാക്കി കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇനി ഇതും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. അപ്പോൾ ഫൈനലി നമ്മൾ ചിക്കൻ കറിയും സെറ്റായിട്ടുണ്ട് കേട്ടോ. എല്ലാം ഓക്കെ, ഇത് 2 ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇവിടുത്തെ പരിപാടികളൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് റൂം സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഈ ഒരു സ്പേസാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഫ്രെയിം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഞങ്ങൾക്ക് ക്ലോത്ത് ധരിക്കണം. ഇതാണ് ക്ലോത്ത്. അപ്പോൾ ഗായ്സ് 2 ഗ്ലാസ്സിലും ഫിഷ് ഫില്ല് ചെയ്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഏകദേശം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എനിക്ക് ക്യാൻഡിൽ എത്തിക്കണം. ഗൈസ് ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ്. ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഗൈസ് ഇവിടെ എല്ലാം റെഡിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്പിയോളെ വിളിക്കാം. ഓക്കെ, അവിടെ എക്സൈറ്റ്മെൻറ്റ് കാണാനാണ് ഞാൻ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവളും കുറച്ച് നേരമായിട്ട് വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അവളെ വിളിക്കാം പെട്ടെന്ന് തന്നെ. കേൾവാ നോക്ക്, നീ നോക്ക്, നിനക്കെന്താ നോക്ക്, നീ നോക്ക്. ഇഷ്ടപ്പെട്ടോ? പറ. സന്തോഷമായല്ലോ വിജയന്? ഞാനൊരു ഗിഫ്റ്റ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. നോക്കി നോക്ക്, അവിടെ ഇരിക്കും. ഞാനൊരു ഗിഫ്റ്റ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇരിക്കും. ഇഷ്ടപ്പെട്ടോ? ഞാൻ എങ്ങനെയുണ്ട് എൻ്റെ സെറ്റപ്പ്? നീ എക്സ്പെക്ട് ചെയ്തിരുന്നോ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ അടുത്ത്
ഐ ലവ് യു. ഇതാ ഇത് തല വെച്ച് നിന്റെ കുഞ്ഞിനെ വേണ്ടി മേടിച്ചു വെച്ച അങ്ങനെ. ഇഷ്ടപ്പെട്ടോ? ഇനി ആ ഗിഫ്റ്റ് എന്താ നോക്ക്, ഞാൻ തന്നെ എടുത്തു തരാം. ഇതാ നമ്മുടെ ഫോട്ടോ ആയിരിക്കും. ഞാൻ ആക്ച്വലി ഇങ്ങനെ അല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ, ഞാൻ ഇതിൻ്റെ മുകളിലായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇഷ്ടപ്പെട്ടോ? നീ ഹാപ്പി അല്ലേ? കുറേ നേരം എൻ്റെ കുഞ്ഞിനെ ഞാൻ പോസ്റ്റാക്കി. ഏണി ഇത്രയും ചുവന്നുകൊണ്ട് വന്നിട്ട് ഇവിടെ എവിടെ ഇല്ല. ഞാൻ അമ്മയടുത്ത് ചോദിച്ചു ഇതാ ഏണി ഉണ്ടോ അമ്മേ? അപ്പം അമ്മ പറഞ്ഞു ഇല്ല, ഏണി ഇപ്പോൾ ഈ സമയത്ത് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അത്രയും 2-3 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 3 കിലോമീറ്റർ പോയി ആ ഏണി എടുത്തുകൊണ്ടുവന്ന് അപ്പുറത്ത് കൊണ്ട് വെച്ച് എന്നിട്ട് ഞാൻ സാധനം വാങ്ങിക്കാൻ പോയതാ. ഇത്രയും തന്നെ. ഞാൻ പിന്നെ പടക്കം വാങ്ങണം, മറ്റേ മത്താപ്പൂ പോലത്തെ കമ്പിത്തിരി എത്തിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ, പാട്ട് പാടണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വിചാരിച്ച് വെച്ചായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്പം എന്നെക്കൊണ്ട് പറ്റിയ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. നീ ഹാപ്പി ആണോ? നീ രാവിലത്തെ സർപ്രൈസ് എന്നെ പൊട്ടിച്ചു. ഇത് എക്സ്പെക്ട് ചെയ്തായിരുന്നോ? പിന്നല്ലാതെ എൻ്റെ കുഞ്ഞിനല്ലേ ഞാൻ ചെയ്തു തരണ്ടേ? ഏയ് കുഞ്ഞാ ഇല്ലടി, ഇല്ല. ചെറിയ സമയം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി, ഉച്ചയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കി, ഫ്രൂട്ട് സലാഡ്, ഇവിടെ ഉണ്ട് ആപ്പിള്. ഇത് ആപ്പിൾ പീസ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം ആപ്പിൾ പീസ്. അതുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും അപ്പൂസിൻ്റെ അടുത്ത് പറയായിരുന്നു എനിക്ക് ഇതേപോലെ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോവാണെങ്കിലും ഇങ്ങനെ ഷീറ്റൊക്കെ ഇങ്ങനെ ക്ലോത്ത് വിരിച്ചിട്ട് നമ്മൾ കഴിക്കുമല്ലോ, ആ സെറ്റപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. പക്ഷേ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ. നമ്മുടെ ബെഡ്ഷീറ്റ് അല്ലേ? പിങ്ക് കളർ. എനിക്ക് ആദ്യം അവിടെ നിന്ന് വന്നപ്പോ എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു നീ മറ്റേ വൈറ്റ് ക്ലോത്ത് കൊണ്ടിട്ടിരിക്കുമായിരിക്കും ഞാൻ വിചാരിച്ചു, പുതിയത് വാങ്ങിച്ചിട്ടേ. പക്ഷെ ഞാൻ ഇപ്പൊ ഈ ലൈറ്റ്സിൽ കണ്ടപ്പോഴാണ് നമ്മുടെ ബെഡ്ഷീറ്റ് പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടടാ. ഇഷ്ടപ്പെട്ടോ? ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആയത്, ഒരു മോസ്റ്റ് മെമ്മറബിൾ ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ വരുന്നില്ല. ഭയങ്കര സന്തോഷമായി. ഞാൻ ഒട്ടും എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എനിക്ക് വേണ്ടി എഫേർട്ട് ഇടുന്ന ഒരാള് നിനക്ക് വേണ്ടി അല്ലാണ്ട് പിന്നെ വേറെ ആർക്ക് വേണ്ടിയിട്ടാണ്?
ഞാൻ എഫേർട്ട് ഇടണ്ടേ? നീ എൻ്റെ കുഞ്ഞല്ലേ? ഞാൻ കൊച്ചിനെയാണ് തരാം. നിങ്ങൾക്ക് ഏതാണ്, ബിരിയാണിയാണോ ചപ്പാത്തിയാണോ? ബിരിയാണി മതി. ശരി. കുറച്ച് കഴിക്കാവേ. ഇച്ചിരി ഇട്ടോ. അതെ, എന്നിട്ട് ഞാൻ തരാം. ഞാനൊരു ആദ്യം വീട്ടിൽ വന്നിട്ടല്ലേ ഞാനൊരു വേണ്ടി ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞാ ശരി, നിന്നെ സമ്മതിക്കണം. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ. അപ്പോൾ cheers. Cheers. ഇത് ആപ്പിൾ ജ്യൂസ് ആണ് ഗൈസ്. മറ്റേ റെഡ് ആണ് നമ്മൾ വാങ്ങിയത്. നമുക്കതല്ലേ ഇഷ്ടം. മറ്റേത് ആപ്പിളിന്റെ ആണോ? നൈസാ. Thank you, Anya. Thank you so much. I love you. I love you too. ചോദിച്ചോട്ടാ, സംഭവം സെറ്റായി. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെയൊക്കെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും പിന്നെ നൈറ്റ് കുറച്ച് ഫെയറി ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഇത്ര നാളൊരു സ്വപ്നമായിട്ട് ഇങ്ങനെ കണ്ട് നടന്നിരുന്നൊരു സംഭവമല്ലേ, അതിപ്പോൾ എനിക്ക് മുൻപിൽ യാഥാർത്ഥ്യമായിട്ട് മാറി. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ പറയണമെന്ന് അറിയത്തില്ല, ഭയങ്കര ഹാപ്പിയാണ്. അറിഞ്ഞല്ലേ. പിന്നെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് കൂടി ഉണ്ട്. എനിക്കറിയാലോ. സമ്മതിക്കൂല. സത്യം പറഞ്ഞാലേ രാവിലെ നീക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചെങ്കിലും ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചത് നീ മറ്റേ ജെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന, പിന്നെ മാൻകുട്ടി അങ്ങനത്തെ സംഭവമൊക്കെ ആയിരിക്കും വിചാരിച്ചു. പക്ഷെ ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എനിക്കറിയാലോ. നീയും അവിടെ ഇരിക്കാൻ പറഞ്ഞില്ലേ, ഭയങ്കര കൊതുകടി കൊണ്ടിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നു. അല്ല എനിക്ക് പ്രശ്നം എനിക്കറിയാലോ, നീ എഫോർട്ട് എടുത്ത് നിന്നെ ഹാപ്പി ആക്കാൻ ചെയ്യാന്ന്. അതിന്റെ ഇടയ്ക്ക് ഇസമോൾ വന്നിട്ട് ഇങ്ങനെ കൊണ്ടു, എന്നിട്ട് ഒറ്റ വേണം, എന്നിട്ട് മേക്ക് എടുത്ത് പോയി വളക്കിടും. അത് കഴിഞ്ഞിട്ട് ചെടി വരും. അയ്യോ നല്ല രസമായിരുന്നു. അപ്പോ ഗായ്സ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴും അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു സ്വപ്നലോകത്തിരിക്കുന്ന പോലെയായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ശരിക്കും ഡ്രീം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിയലായിട്ട് നടക്കുന്നു. ആ ഒരു സംഭവമില്ലേ, ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഒക്കെ നൈസായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഭയങ്കര ഇഷ്ടമായി. സോ മച്ച്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ ചാനൽ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിഷൻ നമ്മൾ പാസ്സായിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാല് എനിക്ക് കുറെ സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പുറത്തോട്ട് വരുന്നില്ല. എന്താ എനിക്കറിയില്ല, അറിയില്ലടാ. എനിക്കെന്തോ ഭയങ്കര സന്തോഷമായി. പിന്നെന്ന് വെച്ചാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണെന്നറിയോ, നീ വെളുപ്പിനെ തൊട്ട് ഇറങ്ങി ഓടാൻ തുടങ്ങിയതാ. രാവിലെ ഞാൻ കുറച്ച് ദോശയും കണ്ടി വാരി കൊടുത്തായിരുന്നു, കുറച്ച് ദോശ വാരി കൊടുത്തായിരുന്നു. അത് കുറച്ചും കണ്ട് കഴിച്ചിട്ടാണ് പിന്നെ ഇത് ഉണ്ടാക്കാൻ പോയത്.
ബിരിയാണിയും ചിക്കൻ കറിയും. എന്നിട്ട് പിന്നെ അത് കുറച്ചും കൊണ്ടല്ലേ കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഒന്നും എടുത്തില്ല. എന്നിട്ട് പിന്നെയും പോയി ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് രാത്രിയിലാണ് വരുന്നത്. രാത്രിയിൽ വന്നു കഴിഞ്ഞിട്ടോ പിന്നെ ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാനും ഒക്കെ അങ്ങനെ അവൻ പ്രോപ്പറായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാ. നീ ഹാപ്പി ആവണ്ടേ? നമുക്ക് ഹെൽത്തോടെ നോക്കണ്ടേ? അതാ പറഞ്ഞേ, നീ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കണം. കാരണം അവൻ ജിമ്മില് റീജോയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ആളുകൾ വർക്കൊക്കെ ആയിട്ട് ജിമ്മിൽ പോയിട്ടില്ലായിരുന്നല്ലോ. ഞാൻ പോകാൻ പറ്റിയില്ല. നമ്മള് കല്യാണമൊക്കെ ആയപ്പം നല്ല തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പൊ റീജോയിൻ ചെയ്തു. അപ്പൊ സെറ്റ് ആവാൻ വേണ്ടിയില്ല ഞാൻ. അപ്പോൾ മസ്റ്റായിട്ട് ഫുഡ് നമ്മള് കഴിക്കണം അല്ലേ? ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മുടെ കേക്കും കൂടെ എടുക്കണ്ടായിരുന്നു അല്ലേ? നമുക്ക് കഴിച്ചു തന്നെ എടുക്കാം. അപ്പൊ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര 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 ഇഷ്ടമായി. എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇന്നൊരു സ്പെഷ്യൽ ആയിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതൊരു ഏറ്റവും നല്ല മെമ്മറി ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.